ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു മൈലേജ് ബൂസ്റ്ററാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിന് വേണ്ടിയിട്ട് മൈലേജ് ഇൻക്രീസ് ആവും എന്നാണ് അറിഞ്ഞ് കേട്ടത്. അപ്പോൾ ഇത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ബൂസ്റ്ററും പിന്നെ അത് കഴിഞ്ഞിട്ട് മൈലേജ് ഇൻക്രീസ് ആവും, പിന്നെ നമ്മുടെ കാർബറേറ്റർ ക്ലീൻ ആവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, കമ്പനി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇത് നോക്കുന്നത്. നമുക്ക് എന്തായിരുന്നാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഐറ്റം. ഇത് നമുക്ക് അളന്ന് ഒഴിക്കാനുള്ളതാണ്. നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൽ പറയാം ഇതിൻ്റെ എത്ര മില്ലി നമുക്ക് ഒഴിക്കണം, എത്ര പെട്രോളിൽ എത്ര മില്ലി ഒഴിക്കണം എന്നുള്ളത് നമുക്ക് പറയാം. ഇതാണ് സാധനം. ഇതാണ് അതിൻ്റെ മൈലേജ് ബൂസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ തന്നെ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 204 രൂപയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചാർജും കൂടെ, ഡെലിവറി ചാർജും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചാർജും കൂടെ ആകുമ്പോൾ 263 രൂപയായി. ഇത് നമുക്ക് എത്ര മില്ലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മില്ലി ലിറ്ററാണ് ഓഫ് പെട്രോളിൽ ഒഴിക്കാനുള്ളത് കേട്ടോ. ബാക്കിയെല്ലാ ഡീറ്റെയിൽ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കി ഇതുപോലെ അങ്ങ് ഒഴിച്ചാൽ മതി. എന്താണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കടുത്ത പെട്രോളിൽ എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്നും കൂടെ നമുക്ക് കാണിക്കാം. നല്ല മൈലേജ് ഇൻക്രീസ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്തൊരു കക്ഷി, നമ്മുടെ ഒഴിച്ച കക്ഷികൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്രകാരമാണ് നമ്മളിത് വാങ്ങിച്ചത്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൈലേജിൻ്റെത് പിന്നെ വണ്ടിയുടെ പെർഫോമൻസിനൊക്കെ വ്യത്യാസം വരും കേട്ടോ. അത് നമുക്കിനി അടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് അറിയാം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഓടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിതിപ്പോൾ എടുത്ത് വെച്ചിട്ട് ഓടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലോഡ് ചെയ്യുള്ളൂ. വണ്ടിയുടെ പെർഫോമൻസിൻ്റെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വാങ്ങിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കേട്ടോ. പെർഫോമൻസ് പിന്നെ മൈലേജും പിന്നെ വണ്ടിയുടെ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ള, ഹെഡിൽ വരുന്ന കരിയൊക്കെ റിമൂവ് ആവണമെന്നുണ്ടെങ്കിൽ ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് 50 ml ആണ് ബോട്ടിൽ കേട്ടോ. 50 ml ബോട്ടിലാണ്. നമുക്ക് 1 ലിറ്റർ ഒഴിക്കുമ്പോഴത്തേക്ക് 2.5 എന്നുള്ള കണക്കിനാണ് നമുക്കിത് ഒഴിക്കാനുള്ളത് കേട്ടോ. ഡീസലിനാണെന്നുണ്ടെങ്കിൽ ഡീസലിപ്പോൾ വണ്ടിക്കും നമുക്കിത് യൂസ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് അതിൽ കൂടെ വരുന്ന ഒരു പേപ്പറാണ്. ഇതിൽ ലെറ്ററുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സമയം കിട്ടുമ്പോൾ വായിച്ച് കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ പുറത്തും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്കിനി വണ്ടിയിൽ ഒഴിച്ചതിന് ശേഷം പെർഫോമൻസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നത്. ഇതിന് നമുക്ക് ഓർഡറുണ്ട്. ഇതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാനിതിൽ കൊടുത്തിരിക്കാം, വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാൻ പോവുകയാണ്. ചാവി എടുത്ത് ഒഴിക്കാം. ഇപ്പോൾ പോയിട്ട് ഒരു ഫുൾ ടാങ്ക് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫുൾ ടാങ്ക് ഉണ്ട്, നോക്കിയോ ഉണ്ടോ, ഫുൾ ടാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇത് 10 ml ആണ് ഇത് വരുന്നത്. ഇതിൽ 10 ml. അപ്പോൾ ഫുൾ ടാങ്ക് ആകുമ്പോഴത്തേക്കൊരു 13 ലിറ്റർ ഉണ്ട്. എന്നാലും 12 ലിറ്റർ കാണണം. 1 ലിറ്റർ ഞാൻ കുറച്ച് അടിച്ചിട്ടുള്ളൂ. 12 ലിറ്റർ കാണണം. ഇതൊരു 10 ml ആണ് ഇതിലുള്ളത്. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് മിറാക്കിൾ എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ മിറാക്കിൾ സംഭവിക്കട്ടെ എന്നായിരിക്കും. നമുക്കിതിനെ ഒഴിക്കാം. ഒന്നൊഴിച്ചു. നല്ല കൂളുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഈ സാധനത്തിൽ, ലിക്വിഡിന്. 2 ഒഴിച്ചു. 3 ഒഴിച്ചു. അപ്പോൾ അത് 30 ml ആയി. അപ്പോൾ 2.1 വെച്ചിട്ട്
നോക്കുകയാണെന്നുണ്ടെങ്കിലും കേട്ടോ, ഇതാണ് അതിൻ്റെ ബ്രാക്കോ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ മൈലേജ് ബൂസ്റ്റർ എന്നാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്. വേറെ നോക്കാം, നമുക്ക് എന്തായിരുന്നാലും നമ്മളെ വണ്ടിയിൽ തന്നെ ആദ്യം ഒഴിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ പിന്നെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കാർബറേറ്റർ മൊത്തത്തോടെ മാറേണ്ടി വരും. സ്ലോ ജെറ്റും നമ്മളെ മെയിൻ ജെറ്റും മാറേണ്ടി വരും. പിന്നെ എന്തൊക്കെയാണ് വിഷയങ്ങൾ വരുന്നതെന്നുള്ള അങ്ങനെ ഒരു കമ്പനി വെറുതെ ഇറക്കില്ലല്ലോ. അപ്പോൾ ആ ഉള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ആദ്യം ഓടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറയുന്നത്. ആദ്യം നിങ്ങളുടെ അടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. ഇതെന്തെങ്കിലും ആ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റായിട്ട് നമ്മളിതിനെ ഉടനെ വീഡിയോ ഇടും. വീഡിയോ ഇറക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് തന്നെ പറയും. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കാം വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്രോളിലോട്ട് അലിഞ്ഞു എന്നാണ് ഇത് പറയുന്നത്. പെട്രോളിലോട്ട് ഇത് ചേരും, ഡൈല്യൂട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റാർട്ടും കൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുലുക്കിയിട്ട് സ്റ്റാർട്ടൊക്കെ ഒറ്റ കിക്കിന് സ്റ്റാർട്ടായി. ആ വണ്ടിന് കുറച്ച് ഓടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സ്മൂത്ത്നെസ് എങ്ങനെയാണെന്നുള്ളത്. ഓടുമ്പോഴത്തേക്കേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഓടി നോക്കിയതിന് ശേഷം ഇടുമെന്നാണ് പറയുന്നത്, വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ താങ്കൾ വെയിറ്റ് ചെയ്യുക. എന്തായിരുന്നാലും ഇപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഉടനെ നമ്മൾ വാങ്ങിക്കുന്നില്ലല്ലോ. ഒരു 2 ആഴ്ചക്കകത്ത് എന്തെങ്കിലും ഇതിൽ പ്രോബ്ലം വിഷയം വല്ലതും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളത് തന്നെ ഉടനെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരാഴ്ചക്കകത്ത് നമ്മൾ ഈ വണ്ടി ഓടിയതിന് ശേഷം. ഇപ്പോൾ എനിക്കിത് ഒഴിക്കുമ്പോഴത്തേക്ക് വേറെ വിഷയം വരുന്നില്ല. എനിക്കിതിപ്പോൾ ഒഴിക്കുമ്പോൾ വേറെ വിഷയം വരുന്നില്ല. കാർബറേറ്റർ എന്തെങ്കിലും വിഷയമാണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളത് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾ ഇട്ട ഉടനെ നമ്മൾ ഇത് വാങ്ങിച്ചൊഴിക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതൊരു വിഷയം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അത് വേണ്ട, നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലെന്തെങ്കിലും വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയും ഇത് കുഴപ്പമില്ല, മൈലേജിന് ബൂസ്റ്ററാണ്, അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെതും അല്ലെങ്കിൽ ഹെഡിൻ്റെ കരി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇറക്കുന്നത് നമ്മൾ വെറുതെ ഇറക്കില്ല. എന്തെങ്കിലും കാര്യമില്ലെന്നുണ്ടെങ്കിൽ അവർ കേസ് പറഞ്ഞ് തോറ്റു പോകും, അല്ലെങ്കിൽ കേസ് പറഞ്ഞ് ഊപ്പാട് വരുവന്മാർ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. നക്കാതെ ഇട്ട് 2 കൈയ്യിന് പിടി. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ ഭായിമാർക്കും ഉപകാരപ്പെടണം, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നമുക്കിപ്പം 13,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. താങ്കളുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത്രയും ആയത്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റായി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. കുറച്ച് തിരക്കും കുറച്ച് വീട്ടിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.